എല്ലാവർക്കും നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 43ാമത്തെ ഡേയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്കിനുള്ള കാര്യങ്ങളൊക്കെയാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസാണ് ഉള്ളത്. നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെ പൗഡറും അതുപോലെ തന്നെ ഒനിയൻ ജ്യൂസും ആണ് ഞാൻ എടുത്തേക്കുന്നത്, നമ്മുടെ സവാളയുടെ നീര്. അപ്പം ഈ ഒരു 2 ഇൻഗ്രീഡിയൻസും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ഡേയിലും നമ്മൾ ഇത് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും മാറ്റി ഒരുപാട് ഹെയർ പാക്കുകൾ അങ്ങനെ ഡെയിലി ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു രീതി ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ പല പാക്കുകൾ എടുത്തിട്ട് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മുടിക്ക് ഗുണം ചെയ്യുന്നതിനേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു കറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്ത് പോയാലാണ് അത് നമ്മുടെ മുടിക്ക് ഗുണകരമായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ആണ് എന്താ പറയുക, നമ്മൾ എന്ത് കാര്യം ചെയ്ത് കൊടുക്കുമ്പോഴും അതിനൊരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാകും. അപ്പോൾ ആ ഒരു നെഗറ്റീവിനെ കുറയ്ക്കാനായിട്ട് അത് മൊത്തത്തിലൊരു പോസിറ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കൊടുക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ ഈ ഒരു ചലഞ്ച് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു 3 സ്പൂൺ ചെമ്പരത്തി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പൂക്കൾ ഫ്രഷായിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരു 5-6 പൂക്കൾ എടുക്കുക. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഒനിയൻ എടുക്കുക. ഇവ രണ്ടും കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് ആക്കിയിട്ട് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി പൊടിയാണുള്ളതെങ്കിൽ പൗഡറാണെങ്കിൽ ഒരു 3 സ്പൂൺ പൗഡർ എടുക്കുക, 3-4 സ്പൂൺ പൗഡർ എടുക്കുക. അതിലേക്ക് ഒരു മീഡിയം സൈസ് ഒനിയൻ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരിച്ചെടുത്ത് ആ ഒരു ജ്യൂസ് മാത്രം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് പാകത്തിനൊന്ന് അതൊരു പാക്കാക്കി എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പ് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ഒരു മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു ജാറ് നിങ്ങൾ ഇതിന് ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് നന്നായിട്ടൊന്ന് സോപ്പിട്ട് കഴുകണം കേട്ടോ. കാരണം നമ്മൾ പല മുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല കാര്യങ്ങൾ ഈ ഒരു ജാറിലിട്ടിട്ട് എന്താ പറയുക അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഭാഗങ്ങൾ അതിനകത്ത് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇതിലേക്ക് അരയ്ക്കുന്നതിന് മുൻപായിട്ട് നന്നായിട്ടത് സോപ്പിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമേ അതിലിട്ടിട്ട് നമ്മൾ പേസ്റ്റ് ആക്കാവൂ കേട്ടോ. അപ്പം എല്ലാ പാക്കുകളും അപ്ലൈ ചെയ്ത് കൊടുക്കണം പോലെ തന്നെ ഞാൻ ഈ ഒരു പാക്കും സ്കാൽപ്പ് ഫുള്ളായിട്ടൊന്ന് കവറാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുൻപായിട്ട് എപ്പോഴും പറയണ പോലെ തന്നെ മുടിയുടെ ലെങ്തിലേക്ക് ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, തലേന്ന് നൈറ്റ് സ്കാൽപ്പിലേക്ക് ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഇൻവേർഷൻ മെത്തേഡും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് ഒരു മണിക്കൂർ നമുക്ക് തലയിൽ വെച്ചേക്കാം. അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം. പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് മുടിയുടെ ലെങ്തിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിർബന്ധമൊന്നുമില്ല. നമ്മൾ പൗഡറൊക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുടിയുടെ ലെങ്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ഈ ഒരു പാക്ക് കൊണ്ട് നമ്മുടെ മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ കൊടുക്കാൻ സഹായിക്കും. സ്കാൽപ്പിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിക്കൊടുക്കാൻ സഹായിക്കും. പുതിയ മുടി വളർച്ചയ്ക്കും ഒരുപാട് സഹായിക്കുന്നൊരു പാക്കാണിത്. അപ്പം ഞാൻ ഏകദേശം സ്കാൽപ്പ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പാക്കുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ആ ഒരു സ്കാൽപ്പിൽ നന്നായിട്ട് അത് എത്തണ രീതിക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്നാലാണ് നമ്മുടെ ആ ഒരു പാക്കിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മുടെ മുടി വേരുകളിലേക്ക് എത്തുള്ളൂ. പിന്നെ ആ ഒരു നെറ്റ് കയറലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ആ ഒരു സ്ഥലത്തൊക്കെ നന്നായിട്ട് നമ്മളെടുക്കുന്ന എല്ലാ പാക്കുകളും നന്നായിട്ട് ആ ഒരു ഏരിയയിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 1 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്യാം. ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട. പൂക്കളായിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു പൂക്കൾ എടുത്തിട്ട് പാക്ക് ആക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേയിലെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നാളത്തെ ഡേയിൽ നമുക്ക് ഓയിൽ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതായത് ഇന്ന് നൈറ്റ് നിങ്ങൾക്ക് തലയിൽ സ്കാൽപ്പിൽ മാത്രമായിട്ട് ഓയിൽ വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നാളെ കുളിക്കണതിൻ്റെ 1 മണിക്കൂർ മുൻപായിട്ട് ഓയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് കുളിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.